ഹലോ എവരിവൺ. നാട്ടിൽ നിന്നിട്ട് യുഎയിലോട്ട് അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ ജോബ് അന്വേഷിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പം മീൻസ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് അപ്ലൈ ചെയ്യുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അവർ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മെയിൽ ID എടുത്തിട്ട് അവരെ അങ്ങോട്ട് മെയിൽ അയക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കീവേഡ്സ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ ഏത് പ്രൊഫഷനിലോട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ് ടൈറ്റിൽ നിങ്ങൾ അതിൽ ആഡ് ചെയ്യാന്നുള്ളത്. എല്ലാ ജോബിനും ഒറ്റ റെസ്യൂംസ് നിങ്ങൾ അയക്കാതെ ഏത് ജോബ് ടൈറ്റിലാണോ നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്ന ആ സെയിം ടൈറ്റിൽ തന്നെ നിങ്ങൾ റെസ്യൂംസിലും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അയക്കുക എന്നുള്ളതാണ്. ATS ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ കീവേഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ റെസ്യൂംസിലും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കീവേഡ്സുകൾ ആഡ് ചെയ്യുക. കൂടുതൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആണ്. നിങ്ങൾ അധികം ഗ്രാഫിക്സുകളും കോളങ്ങളും ആഡ് ചെയ്യാതിരിക്കുക. അത് പെട്ടെന്ന് ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റെസ്യൂംസ് നോക്കുന്ന മെഷീൻസിന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഗ്രാഫിക്സുകൾ ഒഴിവാക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റെസ്യൂംസ് അക്സെപ്റ്റ് ചെയ്യുകയും അതിലൂടെ ലിങ്ക്ഡിൻസ് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. കണക്ഷൻസ് ഇപ്പം 2 monthsലോട്ടാണെങ്കിലും വിസിറ്റിംഗ് വന്നിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ UAE ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ജോബിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ റെസ്യൂംസ് ആ ഒരു കമ്പനിയിലോട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എന്താ ഇതുപോലുള്ള UAE ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.